പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരിക്കും എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CMRLന്റെ ഉദ്യോഗസ്ഥരെ ED ഇന്ന് ചോദ്യം ചെയ്യലിനായി വിളിച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴിതാ EDക്ക് മുന്നിൽ CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹാജരായി എന്ന വിവരം കൂടി പങ്കുവെക്കുകയാണ്. സുരേഷ് കുമാർ, അഞ്ജു എന്നിവർ ആണ് EDക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അഭിഭാഷകർക്കൊപ്പമാണ് ഹാജരായത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാരും BJPയും ഒക്കെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന വലിയ ആക്ഷേപം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് CPIMന്റെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെ EDക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ അടക്കം ED അന്വേഷണം നടത്തുകയും CMRLലെ ഉദ്യോഗസ്ഥർ കർത്തയോട് അടക്കമാണ്, CMRL MD കർത്തയോട്, ശശിധരൻ കർത്തയോട് അടക്കമാണ് ഇന്ന് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. കർത്ത ഹാജരായിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ CMRLലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹാജരാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല, ആലത്തൂരിലെ സ്ഥാനാർത്ഥി സരസുവുമായി നടത്തിയ സംഭാഷണത്തിൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഇത്തരം അഴിമതികൾക്ക്, സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് പോലും CPIMന്റെ നേതാക്കളാണ്. അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ കൂടി ചേർത്ത് വെക്കേണ്ട ഒരു സമയം കൂടിയാണല്ലോ വിനേഷ്. ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയം, CMRLുമായി ബന്ധപ്പെട്ട വിഷയം, കേരളത്തിൽ രാഷ്ട്രീയമായ പോരാട്ടം എന്നതിനപ്പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാരും BJPയും എന്ന വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട്. ആ നടപടികൾ തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി വീണ്ടും എത്തുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആലത്തൂരിൽ ഉണ്ടാകില്ലേ? തീർച്ചയായും നമുക്കറിയാം, കരുവന്നൂർ ബാങ്ക് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായതാണ്. പ്രതിക്കൂട്ടിൽ പൂർണ്ണമായും CPM തന്നെയായിരുന്നു. CPM നേതാവായ AC മൊയ്തീൻ, മുൻ മന്ത്രി AC മൊയ്തീൻ ഉൾപ്പെടെ ആയിരുന്നു. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തതിലേക്ക് കാര്യങ്ങൾ പോയി. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. പക്ഷേ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കൾ ചിലർ അറസ്റ്റിലാവുകയും ചിലർ എപ്പോഴും ED ചോദ്യം ചെയ്തു വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് CPMന്റെ അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് ബാങ്കിലുള്ളത് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായി. ഇങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു നടപടിയും. നമുക്കറിയാം, ഇത് CPM പ്രധാനമായും ഉന്നയിക്കുന്നതും ഇത് കരുവന്നൂർ കേസിൽ എന്തായാലും BJPയും കോൺഗ്രസും രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ എന്ന് ഇവർ പറയുകയാണെങ്കിൽ പോലും അതിൽ കുറെ വസ്തുതയുള്ളതാണ്. എന്തായാലും സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊരു ചാൻസ് ആയിക്കൊണ്ട് തന്നെ അവരെ CPM നേതാക്കളെ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഉണ്ട് എന്തായാലും തൃശ്ശൂരിൽ. അതിന്റെ ഒരു ഭാഗം കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെയും EDയുടെയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് വേണം വിലയിരുത്താൻ. ആ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഇത് ആരോപിക്കുകയും ചെയ്തത്. എന്തായാലും തൃശ്ശൂരിൽ മോദി എത്തുമ്പോൾ തൃശ്ശൂരിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഉള്ള സ്ഥാനാർത്ഥികൾക്ക് അതിന്റെ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടൽ BJPക്ക് ഉണ്ട്. നമുക്കറിയാം, ആലത്തൂർ മണ്ഡലത്തിൽ ഒരു തരത്തിലും BJPക്ക് ഒരു സ്വാധീനമുള്ള സ്ഥലമല്ല. അവിടെ LDF LDFന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ജയിച്ച മണ്ഡലമാണ്. അവിടെ 87,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. അതിന്റെ മുമ്പത്തെ തവണ 80,000 വോട്ടുമാണ് ഉണ്ടായത്. അവിടെയൊന്നും കാര്യമായൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷെ തൃശ്ശൂരിലെത്തുമ്പോൾ അതല്ല അവസ്ഥ. തൃശ്ശൂരിൽ ഏറെക്കുറെ ഒരു ത്രികോണ മത്സരമാണ്, ശക്തമായ പോരാട്ടമാണ്. ആരാണ് ജയിക്കുക എന്ന് ഒരു തരത്തിലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ്. ആർക്കാണ് മുൻതൂക്കം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് മറ്റുള്ളൊരു മണ്ഡലത്തിലാണെങ്കിൽ മുൻതൂക്കം ഉൾപ്പെടെ നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷെ തൃശ്ശൂരിലെത്തുമ്പോൾ ആർക്കാണ് മുൻതൂക്കം ഈ 3 പേരിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 തവണ പാലക്കാടും അതിനുശേഷം ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്തും മോദി എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള പൊന്നാനി BJPക്ക് ഒരു സാധ്യതയുമുള്ള സ്ഥലമല്ല.
അതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഈ തൃശ്ശൂരല്ലാതെ മറ്റ് BJPക്ക് സാധ്യതയുള്ളത് മറ്റൊന്ന് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം അല്ലെങ്കിൽ പോലും അവിടെ C. കൃഷ്ണകുമാറിന് കഴിഞ്ഞ തവണ 2 ലക്ഷം വോട്ട് ലഭിച്ചതാണ്. മോദിയുടെ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്നതും അവിടെ പ്രചാരണത്തിനായിരുന്നു. അവിടെ ഈ അതിർത്തിയിൽപ്പെട്ട ഈ ഒരു കുന്നംകുളവുമായി അതിരിടുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം എത്തുകയും കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും വരും കാലങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുകയും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെയെല്ലാം തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഉണ്ട്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യത്തിലാക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം നരേന്ദ്രമോദിയുടെ ആ ഒരു ഇമേജിന് മുമ്പിൽ ആ ഒരു ഇമേജ് കൃത്യമായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക, അത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ്. എല്ലായിടത്തും പ്രധാനമന്ത്രിയുടെ മാത്രം ഫോട്ടോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു BJP നേതാവിന്റെ പോലും അങ്ങനെ വെക്കാനുള്ള അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ചിത്രം പോലും പലയിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോസ്റ്ററുകളിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ BJP ഇത് കൃത്യമായി തന്നെ NDA ഉപയോഗിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കൃത്യമായി ഉയർത്തി കാണിച്ചുകൊണ്ട് നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എത്തുമ്പോൾ അത് വലിയൊരു ആവേശം അണികളിലും ഉണ്ടാക്കും, സ്ഥാനാർത്ഥികളിലും ഉണ്ടാക്കും. കുന്നംകുളത്തും നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായും BJP ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് വിനേഷ് സൂചിപ്പിക്കുന്നത് പോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിന് മുകളിൽ പോലും വോട്ട് നേടാതിരുത്ത മണ്ഡലങ്ങളിൽ അടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങനെ ആ മണ്ഡലങ്ങളിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തുകയും ചെയ്യുന്നു എന്നതാണ് കേരളത്തെ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ നേട്ടം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് BJP എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. A ക്ലാസ് മണ്ഡലങ്ങൾക്ക് പുറമേയുള്ള മണ്ഡലങ്ങളിൽ അടക്കം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ പാലക്കാട് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിനായി എത്തിയത് നമുക്കറിയാം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തിയതാണ്. ഇപ്പോഴിതാ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രിയായിട്ടുള്ള V. മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലെ ഭാഗമായിട്ടുള്ള കാട്ടാക്കടയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുന്നംകുളത്ത് പ്രധാനമന്ത്രി എത്തുന്നു. അങ്ങനെ കേരളത്തിലെ ഓരോ മണ്ഡലത്തിനും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പൊന്നാനിയും മലപ്പുറവും ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ കോട്ടകളിൽ അടക്കം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക, വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ അടക്കം അധികമായി പ്രധാനമന്ത്രി എത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇതുവരെയും ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കാത്ത കേരളം. ഈ 2 സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി തുടർച്ചയായി എത്തുന്നു. കേരളത്തിൽ നിന്ന് ഇനി തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ചില സർവേകളിൽ എങ്കിലും 5 സീറ്റുകൾ തമിഴ്നാട്ടിൽ ഇത്തവണ BJPക്ക് നേടാൻ സാധിച്ചേക്കും എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല സാഹചര്യം. ഒരുപക്ഷെ ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിച്ചേക്കില്ല എന്ന് അഭിപ്രായ സർവേകൾ പറയുന്നു. ചില സർവേകളിൽ എങ്കിലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ തൃശ്ശൂരും തിരുവനന്തപുരത്തുമൊക്കെ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അതെല്ലാം ശക്തിപ്രകടനമാക്കി മാറ്റാൻ BJP പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കുന്നംകുളത്തെ വേദി BJP പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സാഹചര്യം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ നിര തന്നെയാണ് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി കുന്നംകുളത്തെ വേദിയിലേക്ക് എത്തുകയും ചെയ്യും. വളരെ